ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ എക്കട്രോപ്പൻ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു കാർ സ്റ്റീരിയോ നിർമ്മിച്ചെടുക്കുക എന്നുള്ള വീഡിയോ ആണ്. ഇതുപോലത്തെ ഒരു അടിപൊളി ഒരു കാർ സ്റ്റീരിയോ എങ്ങനെ നമുക്ക് നിർമ്മിക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോക്ക് പോകണ മുമ്പ് ഇങ്ങനെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഉടനടി ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക, എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീഡിയോ ഫ്രണ്ട്സ്, നമ്മുടെ കാർ സ്റ്റീരിയോ ഉണ്ടാക്കുന്ന ഐറ്റംസ് എന്താ നോക്കാം. ഫസ്റ്റിന് ഒരു ക്യാബിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 134 എന്ന് പറഞ്ഞൊരു മോഡൽ ക്യാബിനാണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതിൽ ഒരു സ്റ്റീരിയോ ബോർഡ് വേണം. ഞാനിവിടെ എടുത്തേക്കുന്നത് 7388 എന്ന് പറഞ്ഞ മോഡൽ സ്റ്റീരിയോ ബോർഡാണ്. ഒരു 4 ചാനൽ ബോർഡാണ്, പക്ഷെ ഞാൻ 2 ചാനലിനെ ഉപയോഗിക്കുന്നുള്ളൂ ഇതിൽ. അപ്പം അതൊരു ബോർഡായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതിലേക്കൊരു MP3 ബോർഡ് വേണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് MP3 ബോർഡ് ഉപയോഗിക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഇനി വേണ്ടത് നമുക്ക് റിബൺ വയർ വേണം. നമുക്ക് വയർ കാര്യങ്ങളൊക്കെ സോൾഡർ ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ്, മീൻസ് വോളിയം കൺട്രോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന വയറാണ് റിബൺ വയർ. പിന്നെ വേണ്ടത് ഒരു ബാസ് ട്രിബിൾ ബോർഡ്, ഒരു 12 വാൾട്ടിൽ റൺ ചെയ്യണം ഒരു ബാസ് ട്രിബിൾ ബോർഡാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് 3 വോളിയം കൺട്രോൾ വേണം. ഇതൊരു 47K വോളിയം കൺട്രോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അടുത്തായിട്ട് പിന്നെ നമുക്ക് വേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വയർ, സ്പീക്കറിന് കൊടുക്കാനും നമ്മുടെ പവർ സപ്ലൈക്ക് കൊടുക്കാനുള്ള വയറുകളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് സോക്കറ്റ് ടൈപ്പ് ആണ്. നമുക്ക് ഇപ്പോൾ കാർ സ്റ്റീരിയോക്ക് കൊടുക്കാൻ നല്ലൊരു ഇതാണ്. നമുക്ക് ഊരി എടുക്കണമെങ്കിൽ ഒക്കെ ഇതുപോലത്തെ ഒരു സോക്കറ്റ് ടൈപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ക്യാബിൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ക്യാബിൻ. ഇത് നമുക്ക് അഴിക്കാം. നമുക്കിതിൽ ഇനി നമുക്ക് നമ്മുടെ വെക്കേണ്ട ബോർഡുകൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് പ്ലേസ്മെന്റ് ചെയ്ത് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് പ്ലേസ്മെന്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും കുറേ ഹോളുകളൊക്കെ ഇതിൽ ഓൾറെഡി ഉണ്ട്. നമുക്ക് ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഹോളുകളാണെങ്കിൽ കറക്റ്റ് ആ ഹോളിൽ തന്നെ നമുക്ക് ഇതുപോലെ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഹോള് വേറെ അടിക്കേണ്ടി വരും ഫ്രണ്ട്സ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മെയിൻ ബോർഡില്ലേ, ഈ 4 ചാനൽ ബോർഡിലേക്കാണ് ഈ കണക്ഷൻ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ സോക്കറ്റിൽ നിന്നുള്ള ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞാൻ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ മാർക്ക് ചെയ്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീക്കർ ഔട്ട് എടുക്കുന്ന സെക്ഷനാണ്. അപ്പോൾ 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് 3 വയർ വന്നത് അത് നമ്മുടെ ഇൻപുട്ട് കൊടുക്കാനുള്ള സെക്ഷനാണ്, നമ്മുടെ ബാസ് ട്രിബിൾ ബോർഡിൽ നിന്നുള്ള ഇൻപുട്ട്. ഞാൻ ഇത് നെഗറ്റീവ് ഡയറക്റ്റ് ഞാൻ ഇതിലേക്കാണ് കൊടുത്തേക്കുന്നത്. പോസിറ്റീവ് അത് വന്നത് ഞാൻ ഒരു വയർ ലൂപ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ വയർ സെപ്പറേറ്റ് വേറെ ഇട്ടിട്ടുണ്ട്. ആ സോക്കറ്റിൽ നിന്ന് തന്നെ വയറും നമ്മുടെ ബോർഡിൽ നിന്ന് തന്നെ വയറും ഒരു സ്വിച്ച് ആയിട്ടാണ് കണക്ട് ചെയ്യണത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റം ഓൺ ആവാൻ വേണ്ടിയാണ്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് സെക്ഷനാണ്. നമ്മുടെ ബാസ് ട്രിബിളിൽ നിന്നുള്ള ഔട്ടാണ് അതിലേക്ക് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ അത്രയും കണക്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ ബോർഡ് പിടിപ്പിച്ചിട്ടുണ്ട്. കറക്റ്റ് ടാഗ് കാര്യങ്ങളൊക്കെ അടിച്ച് സ്ക്രൂ ഒക്കെ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു വേറെ സംഭവം ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MP3 ബോർഡിലേക്ക് ഒരു 5 വാൾട്ട് സപ്ലൈ എടുക്കണം. അതിന് ഞാൻ ഒരു 7805 ഒരു IC വെച്ചിട്ടാണ് ആ 5 വാൾട്ട് സപ്ലൈ ഞാൻ എടുത്തേക്കുന്നത്. നമ്മുടെ ഈ MP3 ബോർഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ 5 വാൾട്ട് സപ്ലൈ ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു വയർ എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വയറാണ് ഞാൻ ഇട്ടേക്കുന്നത്. നമ്മുടെ 5 വാൾട്ട് സപ്ലൈ എടുക്കാനായിട്ടുള്ള കണക്ഷനാണ്. നമ്മുടെ ഈ ഇതിൽ 3 ലെഗാണ് നമ്മുടെ വന്നത്. ഫസ്റ്റ് ലെഗിലേക്കാണ് നമ്മുടെ 12 വാൾട്ട് കൊടുക്കുന്നത്. സെക്കൻഡ് ലെഗ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. നെഗറ്റീവ് കോമൺ ആണ്. തേർഡ് ലെഗാണ് നമുക്ക് ഇതിൽ നിന്ന് 5 വാൾട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മൾ എന്താ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 വയറില്ലേ, വയർ ഞാൻ ഇട്ടേക്കുന്നത് നമ്മുടെ ഈ ബാസ് ട്രിബിൾ ബോർഡിലേക്ക് കൊടുക്കാനുള്ള പോസിറ്റീവ് ലൈന്. ഞാൻ ആദ്യം എടുത്ത ബാസ് ട്രിബിൾ ബോർഡ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കാരണം അതിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു. അതുകൊണ്ടാണ് ഞാൻ അത് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസും വളരെ സിമ്പിളാണ്. ഇതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാം. ഇപ്പം ഞാൻ ഇതുപോലെ വയറ് കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് ഇതുപോലെ വോളിയം കൺട്രോളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ബേസിലേക്കും ഒന്ന് ട്രിബിളിലേക്കും ഉള്ള കണക്ഷനാണ് ഈ 2 ഇതെന്ന് പറയുന്നത്. അടുത്തത് ഞാൻ ഇത് നമ്മുടെ മെയിൻ ബോർഡിലേക്കുള്ള കണക്ഷൻ, മീൻസ് നമ്മുടെ ബാസ് ട്രിബിൾ ബോർഡിലേക്ക് വന്ന കണക്ഷനാണ്. മെയിൻ വോളിയം കൺട്രോൾ ആണ് വന്നത്. ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. സിമ്പിളായിട്ടാണ്. ഇനി ഇതിൽ നിന്നുള്ള കണക്ഷനാണ് നമ്മുടെ ഈ ബോർഡിൽ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. വോളിയം കൺട്രോളിൽ നിന്നുള്ള ഇൻപുട്ടാണ് നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത്.
MP3 കിറ്റിൽ നിന്ന് വന്നത്. ഇതിൽ നിന്നുള്ള ഔട്ടാണ് നമ്മുടെ ഈ ആംപ്ലിഫയർ ബോർഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വോളിയം കൺട്രോളിലേക്കുള്ള കണക്ഷൻ കൊടുക്കാം. നമ്മുടെ MP3 ബോഡിയിൽ നിന്നുള്ള ഔട്ട്, നമ്മുടെ ഈ വോളിയം കൺട്രോളിലെ ഫസ്റ്റ് ലെഗ്, ഈ ഫസ്റ്റ് 2 സെക്ഷനിലുള്ള ലെഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് കൊടുക്കാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ MP3 ബോഡിയിൽ നിന്നുള്ള ഔട്ട് ഫസ്റ്റ് ലെഗിലെ ഈ 2 ഇതിലേക്ക് നമ്മൾ കൊടുക്കണം. അത് ആണ് 2 ചാനൽ നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ വോളിയം കൺട്രോളിലെ രണ്ടാമത്തെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്നുള്ള ഔട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ആ ഔട്ടാണ് നമ്മുടെ MP3 ബോർഡ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഡയഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഫസ്റ്റത്തെ ആ 2 പിൻ കോമൺ ആണ് ഗ്രൗണ്ട്. അതുപോലെ തന്നെ 2 ചാനൽ വന്നിട്ടുണ്ട്. 2 ചാനലും നമ്മുടെ തേർഡ് ലെഗിന്റെ 2 ഇതിലേക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഇന്നാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത്. ഈ ഔട്ട് എടുക്കുന്ന സെക്ഷനാണ് നമ്മുടെ ബാസ്റ്റർ ബോർഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മുടെ ഈ ബേസ് ട്രബിൾ ബോർഡിൽ, ഈ ബേസ് ട്രബിൾ ബോർഡിലേക്ക് ബേസും ട്രബിളും നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് ഈ ബോർഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഇതാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ആ ഇത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് അതിൽ സൂട്ട് ആവില്ല. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വയർ സോൾഡർ ചെയ്തിട്ട് കൊടുക്കണം. നമ്മുടെ എത്ര ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് വയർ സോൾഡർ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ വോളിയം കൺട്രോൾ എങ്ങനെയാണ് കറക്റ്റ് അതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ രീതിക്ക് നമ്മൾ സോൾഡർ ചെയ്ത് വയറിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണം. ഇത്രയ്ക്ക് സിമ്പിളായിട്ട് ആണ് ഇതിൽ ചെയ്യേണ്ടത്. നമ്മുടെ ഈ 2 സെക്ഷനിലും ബേസും അതുപോലെ തന്നെ ട്രിബിളും നമ്മുടെ ഇൻപുട്ട് സെക്ഷനും ഞാൻ ഇപ്പൊ ഇതുപോലെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോൾഡർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലൊക്കെ ഇരിക്കുന്നതല്ലേ, അപ്പൊ ഇളക്കം തട്ടിയത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെക്കണേ. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട് നമ്മുടെ ആംപ്ലിഫയർ ബോർഡിലേക്കാണ് കൊടുക്കേണ്ടത്. ആംപ്ലിഫയർ ബോർഡിന്റെ ഇൻപുട്ട് സെക്ഷനിലേക്കാണ് ഈ ഔട്ട് തന്നെ ഇത് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇനി ഇത് നമ്മുടെ ബോർഡിലേക്ക് സെറ്റ് ചെയ്ത് എടുക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കേബിളിലേക്ക് നമ്മുടെ വോളിയം കൺട്രോൾ കാര്യങ്ങൾ ഒക്കെ ഇനി ഇതുപോലെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേബിനിലേക്ക് ഇതുപോലെ നമ്മുടെ വോളിയം കൺട്രോളും സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ബേസ് ട്രബിൾ ബോർഡിലും നമുക്ക് ഇനി ഇതിൽ ഉറപ്പിക്കണം. കണ്ടില്ലേ, ഇതുപോലെ നമ്മ ഈ സംഭവത്തിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇനി ഇതുപോലെ പിടിപ്പിച്ച് നമ്മുടെ ബോർഡ് അതിലേക്ക് പ്ലേസ് ചെയ്ത് നമ്മുടെ ഓൾമോസ്റ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ ഇതിലേക്ക് പിടിപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ നമ്മുടെ പവർ സപ്ലൈ സെക്ഷനും ഞാൻ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ലൈറ്റ് ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ കാണിക്കാത്തത് വേറൊന്നല്ല, അതിന് സമയം കിട്ടില്ല. ആ ലൈറ്റ് നമ്മൾ കണക്ട് ചെയ്തത് ഒരു 4 ലൈറ്റാണ് ഞാൻ കൊടുത്തത്. അതിലൊരു നമ്മൾ ഒരു ഔട്ട് എടുത്തില്ല, അതിൽ നിന്ന് 4 ലൈറ്റാണ് കൊടുത്തത്. അതെങ്ങനെയാന്ന് വെച്ചാൽ 1K റെസിസ്റ്റർ ഇട്ടിട്ടാണ് ഞാനത് കണക്ട് ചെയ്തത്. അത് റെസിസ്റ്റർ കണക്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ LED ചിലപ്പോൾ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ ഔട്ടാണ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ കാർഷേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കണക്ഷൻ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇത് നമുക്ക് ഇനി ടെക്സ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പവർ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഫോണായിട്ട് ഓൾറെഡി ഞാൻ പെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മ്യൂസിക് ഒന്ന് കേട്ട് നോക്കാം. ഫ്രണ്ട്സ്, അപ്പൊ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.